ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ ദേവയാനിയുടെ കാര്യമാണ് എല്ലാ വീട്ടിലും ചർച്ച. അപ്പോൾ അനാമികയുടെ വീട്ടിൽ അനാമികയുടെ അച്ഛൻ പറയാണ്, അതേ ദേവയാനിയുടെ കാര്യം കുഴഞ്ഞു മറിഞ്ഞ് സംഗതി കിടക്കുക. ദേവയാനിയുടെ ലിവറിനാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ അനാമികയുടെ അമ്മ പറയാണ്, അയ്യോ അപ്പം തട്ടിപ്പോവോ? അപ്പോൾ അവരുടെ അച്ഛൻ പറയാണ്, പെട്ടെന്ന് ലിവർ മാറ്റിവെച്ചില്ലെങ്കിൽ എന്തും സംഭവിക്കാം. അത് പോലീസ് കേസാവോ അച്ഛാ? പോലീസ് കേസാവുന്ന കാര്യമാണ് നിൽക്കട്ടെ. നേരത്തെ ബ്ലഡ് കൊടുക്കാൻ ആളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ആരും സഹായിച്ചില്ലെങ്കിൽ നിൻ്റെ മുമ്പിലേക്ക് അവർ വരും. അനാമിക ചോദിക്കുക, എന്തിന്? അത് നിൻ്റെയും അവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ മോളെ? അപ്പോൾ നിന്നോടവർ സഹായം ചോദിക്കത്തില്ലേ? അയ്യോ, ലിവർ കൊടുക്കാനോ? ആ അതെ, എന്നെ കൊടുക്കാനൊന്നും പറ്റത്തില്ല. അയ്യോ, ചോര കൊടുക്കാൻ തന്നെ എനിക്ക് പേടിയാ. പിന്നെ എൻ്റെ ശരീരം കീറി മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. അത് കേട്ട് അവളുടെ അമ്മ പറയാണ്, അതിന് നിന്നോടാരും ചോദിച്ചില്ലല്ലോ മോളെ. ചോദിച്ചില്ല, പക്ഷേ അവരെ മുകളിലേക്ക് കെട്ടിയെടുക്കും എന്നുറപ്പായാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ആരുടെ കൈയും കാലും പിടിക്കാൻ അവർ ബന്ധുക്കൾ തയ്യാറാവും. അങ്ങനെയാണെങ്കിൽ അച്ഛാ, ഞാനിനി ഹോസ്പിറ്റലിൽ പോകുന്നില്ല. അങ്ങനെ പോവാതിരിക്കുന്നത് ബുദ്ധിയല്ല മോളെ. അതല്ല അമ്മേ, പോകുമ്പോൾ ആരെങ്കിലും എന്നോട് സഹായം ചോദിച്ചാലോ? പ്രത്യേകിച്ച് ആ അനി അങ്ങനെ പറയുകയും ചെയ്യും. നേരത്തെ കളിച്ചതുപോലെ ഒരു കളി കളിക്കാം. ആരെങ്കിലും അങ്ങനെ സഹായിക്കാൻ വരുന്നു എന്നറിഞ്ഞാൽ മോൾക്കതിന് സമ്മതമായിരുന്നു എന്ന് പറയാം. പക്ഷേ അത് കേട്ടിട്ട് വരുന്നവരെ അവർ പറഞ്ഞയക്കരുത്. ഓ, ഇത് വലിയ തലവേദനയായല്ലോ. അത് കേട്ട അമ്മയും പറയാണ്, ആ അതെ അതെ, വൃത്തിയുടെ ഗർഭം കലക്കാൻ വേണ്ടി ചെയ്തതാ. ഇപ്പോൾ നമുക്ക് തന്നെ അത് കോടാലിയായി. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എന്നെക്കൊണ്ട് എൻ്റെ ശരീരം വൃത്തികേടാക്കാൻ പറ്റില്ല. അവർക്കുണ്ടല്ലോ ഒരു മരുമോള്, അവളോട് പറയട്ടെ അവളുടെ അമ്മയെ സഹായിക്കാൻ. അതിന് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലല്ലോ മോളെ. ലോകത്ത് വളരെ കുറച്ച് പേർക്ക് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പുള്ളൂ. അപ്പം നോക്കണേ, എന്തോ കാലക്കേടിന് അവരുടെയും എൻ്റെയും ഒന്നായിപ്പോയി. അല്ലെങ്കിൽ ഈ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വെറുതെ സഹതാപം നടിച്ച് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നാൽ മതിയായിരുന്നു. എന്തായാലും നീ ഇപ്പോൾ അങ്ങോട്ടേക്കൊന്നും വിളിക്കണ്ട, അതാ നല്ലത്. പിന്നെ നാനയുടെ ചെക്കപ്പൊക്കെ ചെയ്യാണ്. നാനെ വേറൊരു ഡോക്ടർ വന്ന് നോക്കിയിട്ട് സംസാരിക്കുകയാണ്. അവർ പറയാണ്, നാന ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. ഡോക്ടർ ലിവർ മാറ്റിവെക്കേണ്ട കാര്യങ്ങളൊക്കെ നാനയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അത് സൈക്കാട്രിസ്റ്റ് പറഞ്ഞു തരും. അതൊന്നും ഡോക്ടർ പേടിക്കേണ്ട ഡോക്ടർ. ഞാൻ അതിനെപ്പറ്റിയൊക്കെ നല്ല ബോധവതിയാണ്. മനസ്സില്ലാ മനസ്സോടെയല്ല ഞാനിതിന് തയ്യാറായത്. 100% താല്പര്യത്തോടെ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരാൾ സ്വയം മനസ്സോടെ വരുമ്പോൾ അവരെ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്താനുണ്ടാവും. ഡോക്ടർ, അതുകൊണ്ട് ഞാൻ ഇവിടെ ആരോടും ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഡോക്ടർ പറയാണ്, അവരിൽ നിന്നും കാര്യങ്ങളൊന്നും മറച്ചു വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആണല്ലേ? അതെ. അതുകൊണ്ട് ഒരു കാരണവശാലും അച്ഛനെ ഇതൊന്നും അറിയിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മായിയമ്മയ്ക്ക് ജീവൻ കൊടുക്കാൻ മരുമോൾ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അമ്മായിയമ്മ ഇതുവരെ ഈ കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടറിനെ എന്നോട് പറയാണ്, നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യുക, ബാക്കിയൊക്കെ മുകളിൽ ഒരാൾ അറിയുന്നുണ്ടല്ലോ. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ദേവയാനിയുടെ കാര്യം അതല്ല. എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഇന്നലെ രാത്രി ബ്ലഡ് വൊമിറ്റ് ചെയ്തതുപോലെ പിന്നെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എനിക്കെന്തും സംഭവിച്ചാൽ പ്രശ്നമില്ല ഡോക്ടർ. പക്ഷേ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്. 2 പേർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ നോക്കാം. അതല്ലേ ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. ഞങ്ങൾ ഡോക്ടർമാരുടെ ആഗ്രഹവും അതാണ്. എന്നാൽ കുട്ടി പോയിക്കോ. ശരി ഡോക്ടർ. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ്, മനസ്സിന് നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. അതുതന്നെയാണ് ഈ കേസിന് വേണ്ടതും. മറ്റേ ഡോക്ടറും പറയാണ്, അതെ. പിന്നെ പുറത്ത് നിൽക്കുന്ന ആദർശിനെയും അച്ഛനെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ആദർശ് അച്ഛൻ്റെ അടുത്ത് പറയാണ്, ഒരിടത്ത് ഭാര്യ ഒരിടത്ത് അമ്മ. ഇതിൽ അമ്മയുടെ ഭാഗത്താണ് തെറ്റ്. ഭാര്യ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരിയാണ്. ഇവിടെ പെട്ടുപോകുന്നത് ഞാനാണ് അച്ഛാ. എനിക്കിവിടെ 2 പേരെയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ശരി, ആരുടെ ഭാഗത്താണോ അവരുടെ ഭാഗം നിൽക്കണം. അങ്ങനെയാണ് നിൻ്റെ മുത്തശ്ശൻ എന്നെയും നിന്നെയും ഒക്കെ ഉപദേശിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ നിൻ്റെ വർക്കിനെ പോലും ബാധിക്കുന്നുണ്ട്. നമ്മൾ കമ്പനിയിൽ ചെന്നില്ലെങ്കിലും വർക്ക് അതിൻ്റെ വഴിക്ക് പോയിക്കോളും. അത്രയ്ക്ക് കഴിവുള്ള ആൾക്കാരെയാണല്ലോ നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്.
പക്ഷേ അതല്ലല്ലോ അച്ഛാ, കമ്പനി ഒന്നാമതെത്തിയാൽ അതിൻ്റെ പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് എന്താ അച്ഛാ പ്രയോജനം? പൊടികളുണ്ടെന്ന് കരുതി മനസ്സമാധാനം കിട്ടില്ലല്ലോ. അച്ഛൻ പറയുന്നത് പോലെ ഇതൊക്കെ സംഭവിക്കുന്നത് നല്ലതിനാ മോനെ. ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം. ഇന്നത്തെ കാലത്ത് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവാനാ പാട്. എന്നാൽ ഇവിടെ നിന്നെ മനസ്സിലാക്കുന്ന, നമ്മളെയെല്ലാം സ്നേഹിക്കുന്ന കുട്ടിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിനക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും. നിന്റെ അമ്മയല്ല നയന. അവൾ സത്യം പറഞ്ഞാൽ അനന്തപുരി തറവാട്ടിൽ ജനിക്കേണ്ട കുട്ടിയായിരുന്നു. അങ്ങനെ ജനിച്ചില്ലെങ്കിലും അന്ന് കല്യാണ സമയത്ത് പുരോഹിതൻ പറഞ്ഞതുപോലെ ദൈവം നിനക്കായി കരുതി വെച്ച പുണ്യമാണ് നിന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രതികൂല സാഹചര്യം വന്നാലും അവളെ കൈവിട്ട് കളയരുത്. അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, ദേ പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും അവൾ വരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞത്? എനിക്കൊരു കുഴപ്പമില്ല, അമ്മയെ ധൈര്യമായിട്ട് സഹായിച്ചോളാൻ പറഞ്ഞു. മോളുടെ അച്ഛനും അമ്മയും ഇതറിയുമ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലേ? ഏതു നേരവും മോളെ തള്ളിക്കളയുന്ന അമ്മയ്ക്ക് വേണ്ടി നമ്മൾ സ്വാർത്ഥത കാണിച്ചു എന്ന് പറയില്ലേ? ഒരിക്കലും പറയില്ല. ഇതെൻ്റെ മാത്രം തീരുമാനമാണ്. അവിടെ ആദർശേട്ടൻ്റെ ഭാര്യ എന്ന നിലയിൽ ആദർശേട്ടൻ മാത്രമാണ് സമ്മതം മൂളേണ്ടത്. എൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്മതം മൂളില്ല. ഇത് നിങ്ങളൊക്കെ എന്നോട് ചെയ്യുന്ന ചതിയാ. ഇതുപോലുള്ള സാഹചര്യത്തിൽ കുടുംബത്തെ സഹായിക്കുന്നത് നല്ലതെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. ഡോക്ടർമാർ അങ്ങനെയേ പറയത്തുള്ളൂ മോളെ. എന്നാൽ ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട് ഡോണറെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ആ നേരത്താണ് മോള് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആദർശ് പറയാണ്, ഈ ഡോക്ടറെ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുവച്ചാ. ഇവളിങ്ങനെയൊക്കെ തന്നെ പറയൂ. ഞാൻ വന്ന് കള്ളം പറഞ്ഞാലും ആദർശേട്ടനും അച്ഛനും ഡോക്ടറെ കാണും എന്നെനിക്കറിയാലോ. പിന്നെ ഞാൻ വെറുതെ എന്തിനാ ഓരോന്ന് പറയുന്നത്? ഞാൻ സത്യമാണ് പറയുന്നത്. അവളുടെ അച്ഛനെയും അമ്മയെയും ഇത് വിളിച്ച് പറയണ്ടേ? തൽക്കാലം പറയണ്ടച്ചാ. ഇനിയിപ്പോൾ അവരും കൂടി വന്ന് മുടക്ക് പറഞ്ഞാൽ അമ്മയുടെ കാര്യം പരിങ്ങലാവും. അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അതും ഇതറിയണ്ട. ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമല്ല പലരും ഇത് അറിയാൻ പാടില്ല. ആണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് എന്ന് പലരും ഇവിടെ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതും മറച്ചു വെക്കേണ്ടി വരും അല്ലേ? ആദർശേട്ടനും അച്ഛനും ഇവിടെ വന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ. രണ്ടാളും വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ചിട്ട് വാ. എന്തായാലും എനിക്കിനി എങ്ങോട്ടും മാറാൻ പറ്റില്ല. എന്നാൽ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. പിന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നന്നായിട്ട് പ്രാർത്ഥിക്കാനും പറയാം. ഞാൻ പോയിട്ട് വരാം. ആദർശ് പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ നാനയോട് പറയാണ്, അവനാകെ തകർന്നു നടക്കാൻ മോളെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. കരൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇതിനു മുമ്പ് എല്ലാ ഡോക്ടേഴ്സിനും എന്നോട് സംസാരിക്കാനുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് പറയാനുണ്ടെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അതേക്കുറിച്ച് ഞാൻ ബോധവതിയാണ്. എനിക്കൊന്നും ഇനി പറയേണ്ടതും അറിയേണ്ടതും ഇല്ലെന്ന്. എങ്കിലും ഒന്ന് സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. എനിക്കിതിൽ ആരുടെയും ഉപദേശങ്ങളുടെയും ഒന്നും ആവശ്യമില്ല അച്ഛാ. എനിക്കിപ്പോൾ അമ്മ പഴയ നിലയിലേക്ക് തിരിച്ചു വരണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ആദർശ് വീട്ടിലെത്തി. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോനെ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. അല്പം മുമ്പ് കുറച്ച് സീരിയസ് ആയിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് അച്ഛാ മുത്തശ്ശ, ഞാൻ കുറച്ച് അവരുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോനെ, വർഷങ്ങൾക്ക് മുമ്പേ എനിക്കറിയാവുന്ന ഹോസ്പിറ്റലാണ്. നിന്നേക്കാളും ഒരുപാട് മുമ്പ്. അതുകൊണ്ട് അവിടെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള ഡീറ്റെയിൽസ് കിട്ടും. ദേവയാനിക്ക് കൂടുതലല്ലേ മോനെ? കരൾ സംബന്ധമായ അസുഖമാണല്ലേ? മുത്തശ്ശൻ ചോദിക്കാം. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. ഉള്ളിൽ ചെന്ന വിഷമാണ് ചതിച്ചത്. കരൾ മാറ്റിവെക്കേണ്ടി വരും അല്ലേ? അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ട് മുത്തശ്ശിക്കാരിയാണ്. എന്താ മോനെ ഇത്? മുത്തശ്ശൻ നിന്നേക്കാൾ മനസ്സിന് കട്ടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോടൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നോട് മറച്ചു വെക്കരുത്. മുത്തശ്ശ പ്രാർത്ഥിക്കണം. അപ്പം മുത്തശ്ശനും പറയാണ്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മാലയിട്ട് മലക്ക് പോകാനിരിക്കുക. പ്രാർത്ഥന കുറച്ച് തീവ്രമായിക്കോട്ടെ. അങ്ങനെ വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, ദേവയാനിയെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, അതാരായാലും ശരി, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ കൊടുക്കണം. ജീവൻ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് വന്നവരാ. അപ്പോൾ ചിലപ്പോൾ പാരിതോഷികമൊന്നും വാങ്ങിയില്ലെന്ന് വരും. എങ്കിലും കണ്ടറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ പാരിതോഷികമൊന്നും വാങ്ങിക്കാത്ത ആളാണ് സഹായിക്കാൻ എത്തിയിട്ടുള്ളത്. ദേവയാനിക്ക് രക്തം ദാനമായി കൊടുത്തത് നാനമോളാണ്. എന്നാൽ മരുമോളാണ് സഹായിച്ചതെന്ന് അമ്മ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതിയ നിങ്ങൾ ദേവയാനിയിൽ നിന്നും ഇതെല്ലാം മറച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ മരുമോളുടെ ഹൃദയശുദ്ധി മനസ്സിലാക്കാതെ രോഗത്തിൽ നിന്നും റിക്കവറായ ദേവയാനിയാണ് പലപ്പോഴും മരുമകളെ കുറ്റം പറയുന്നത്. ദേവയാനി അവളെ വിമർശിക്കുന്ന കാര്യം ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം പോലും മോൻ്റെ അമ്മയുടെ മനസ്ഥിതി അറിഞ്ഞതാണ് സാരം. ഈ ലോകത്ത് ഏതൊരമ്മയും കേൾക്കുന്നത് മക്കളുടെ വാക്കുകളാണ്. അതുകൊണ്ട് മോൻ്റെ അമ്മയോട് പറയണം, അവളെ അങ്ങനെ അധികം കുറ്റപ്പെടുത്തരുത് എന്ന്. ഞാൻ ഒരുപാട് പറയുന്നുണ്ട് മുത്തശ്ശ അമ്മയോട്. പക്ഷേ അമ്മയൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല.
അത് തന്നെയാണ് മോനെ ഞാനും പറയുന്നത്. ഹൃദയം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതുപോലും കൊടുക്കാൻ മനസ്സുള്ളവളാ നയനമോള്. ഇനിയെങ്കിലും മോൻ്റെ അമ്മ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ദേവയാനിക്ക് എപ്പോഴാണ് മോനെ ഒരു മാറ്റം ഉണ്ടാവുന്നത്? ഇപ്പോഴും നയനമോൾ അവിടെ കാവലിരിക്കുകയല്ലേ? അവളവിടെയുണ്ട്. ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ. നയനയുടെ ഹസ്ബൻഡ് എന്ന നിലയിൽ ആദർശ് എല്ലാത്തിലും സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയായിരിക്കുമ്പോൾ അവളുടെ ബന്ധുക്കളുടെ കൂടെ ഒന്ന് വിവരം അറിയിക്കണ്ടേ? അപ്പോൾ ആദർശ് പറയാണ് അവളുടെ അച്ഛൻ 2 തവണ അറ്റാക്ക് വന്നിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ വിവരം അറിയിക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറയാണ് ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ നിങ്ങളുടെ ലൈഫ്. നയനയുടെ ദാനം സ്വീകരിക്കുന്നയാൾ ആരാണ് ആ കർമ്മം ചെയ്യുന്നത് എന്നറിയുന്നില്ല. ഡോക്ടർ ആദർശിനോട് പറയാണ്. അതുപോലെ തന്നെ ദേവയാനിയുടെ മറ്റ് പല ബന്ധുക്കളോടും ഈ കാര്യം പറഞ്ഞിട്ടുമില്ല. മൂർത്തി സാറിനോടും ഭാര്യയോടും മുമ്പേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സാറ് വിളിച്ചിട്ടും ഞാൻ ഈ കാര്യം ഒന്നും പറഞ്ഞില്ല. എങ്കിലും ഇങ്ങനെ മൂടി വെച്ച് ചെയ്യേണ്ട ഒന്നല്ല ഇത്. പിന്നെ എല്ലാ കാര്യവും ഡോക്ടർക്ക് അറിയാലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ രോഗം മാറണം എന്ന് ആഗ്രഹിക്കില്ല. മരുമോളുടെ ഹെൽപ്പ് കൊണ്ട് ഒരിക്കലും എനിക്കൊരു ജീവിതം വേണ്ട എന്നമ്മ കരുതും. ഡോക്ടർ പിന്നെ ആദർശിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാണ്. അതിൻ്റെ ഇടയിൽ പറയാണ് എന്തായാലും ഇപ്പോൾ ഡോക്ടർ ആദർശ് നയനയുടെ അച്ഛനോട് പറഞ്ഞില്ലെങ്കിലും അമ്മയോടും അവളുടെ അനിയത്തിയോടും പറയണം എന്തായാലും ഈ കാര്യം. ശരി ഡോക്ടർ, ഞാൻ അവളുടെ അമ്മയെ വിളിച്ച് പറഞ്ഞോളാം. നയനയുടെ അമ്മയും നന്ദുവും ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് അമ്മയ്ക്ക് ഫോൺ വന്നത്. അപ്പോൾ അമ്മ ഫോൺ എടുത്തിട്ട് പറയാണ് ആഹാ ആദർശ് മോനാ. മോനെ അത് അമ്മ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം എത്രയും പെട്ടെന്ന്. എന്ത് പറ്റി മോനെ? പിന്നെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് അച്ഛനെയും കൊണ്ട് വന്നാൽ നന്നായിരിക്കും. ശരി മോനെ, ഞങ്ങൾ ഉടനെ വരാം. നമ്മളെ ആദർശ് മോൻ്റെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമുക്കങ്ങോട്ട് പോയാലോ അമ്മേ? ചേട്ടനെയും കൂട്ടി ചെല്ലാനാണ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം. അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാം. സുഖമൊക്കെ കുറഞ്ഞതാണല്ലോ അമ്മേ. അപ്പോൾ അമ്മ പറയാണ് എന്താ സംഭവിച്ചതെന്നറിയില്ല. ആദർശ് മോൻ്റെ സംസാരത്തിൽ നല്ല ഇടർച്ചയുണ്ടായിരുന്നു. അമ്മേ, എന്തെങ്കിലും കാര്യമില്ലാതെ ആദർശേട്ടൻ ഇങ്ങനെ വിളിക്കില്ല. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. ഞാൻ നയനമോളെ ഒന്ന് വിളിക്കട്ടെ. നയനമോള് എടുക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ രാവിലെ ചേച്ചിയെ വിളിച്ചിരുന്നു അമ്മേ, അപ്പോഴും ചേച്ചി എടുത്തില്ലായിരുന്നു. എങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവർക്ക് കൂടുതലാണെങ്കിൽ ബന്ധുക്കളൊക്കെ വന്ന് കാണാൻ പറയില്ലേ, അതുപോലെയായിരുന്നു ആദർശ് മോൻ സംസാരിച്ചത്. ഏതായാലും മോള് വണ്ടി എടുക്കുക. മോനെ ആദർശ് മോനെ. എന്താ മോനെ? അപ്പോൾ പെട്ടെന്ന് ആദർശ് അച്ഛൻ നാന പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. എൻ്റെ അമ്മ എന്തറിഞ്ഞാലും അച്ഛൻ ഇതൊന്നും ഒരു കാരണവശാലും അറിയരുത്. എപ്പോഴായാലും അറിയില്ലേ? അറിഞ്ഞോട്ടെ. എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ അറിഞ്ഞോട്ടെ. അതിനു മുമ്പ് അച്ഛൻ ഒന്നും അറിയരുത്. എന്താ മോനെ ആലോചിക്കുന്നത്? അത് പിന്നെ അമ്മയ്ക്ക് ലിവർ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അയ്യോ, അത് ലിവർ മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മോനെ അത് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അല്ല മോനെ, നാനമോള് ഇവിടെ ഇല്ലേ? അത് പിന്നെ അവൾ പുറത്തോട്ടോ മറ്റോ പോയോന്നറിയില്ല. രാവിലെ മുതലേ വിളിച്ചുകൊണ്ടിരിക്കുക, അവളെ കിട്ടുന്നില്ല. നയന മൊബൈൽ എടുത്തിട്ടില്ല. ഞങ്ങൾ അതിരാവിലെയാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് വരികയായിരുന്നു. അത് ശരി. അപ്പോൾ ഗോവിന്ദേട്ടൻ പറയാണ് മോൻ്റെ അമ്മയെ ഇതുവരെ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റുമോ? അത് നയനയുടെ അച്ഛനും അമ്മയായതുകൊണ്ട് ഡോക്ടർ കാണാൻ സമ്മതിച്ചേക്കും. അവളാണല്ലോ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത്, അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഡോക്ടർക്ക്. പിന്നെ അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടുമില്ല. രക്തം കൊടുത്തത് മോളാണെന്ന് മോൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ അത് സ്വീകരിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് പറയാതിരുന്നത്. അറിയാം മോനെ, എങ്കിലും വലിയൊരു ഓപ്പറേഷൻ നടക്കാൻ പോവല്ലേ. അതിനു മുമ്പ് അമ്മയെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. സാരമില്ല, അച്ഛനും അമ്മയും വാ. മോനിന്ന് അമ്മയെ കയറി കണ്ടായിരുന്നോ? കണ്ടിരുന്നു. മൊത്തത്തിൽ അല്പം ആശ്വാസമായതായിരുന്നു. അപ്പോഴാണ് വീണ്ടും കുഴപ്പമുണ്ടായത്. ശരി, നിങ്ങൾ വാ. നയനയുടെ അച്ഛനും അമ്മയും ദേവയാനിയുടെ അടുത്തേക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ ദേവയാനി മുഖം തിരിച്ചു കളഞ്ഞു. അതിനുശേഷം ചോദിക്കുകയാണ്, നിങ്ങളോടാരാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? അല്ല, അത് പിന്നെ അച്ഛൻ പറയാണ്. അപ്പോൾ വീണ്ടും ദേവയാനി, നിങ്ങളുടെ മകളുടെ മുഖം എൻ്റെ കൺമുന്നിൽ കാണിക്കരുത് എന്ന് പറഞ്ഞതിൽ പിന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ പുറത്തൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടാവും. പക്ഷേ അച്ഛനും അമ്മയും പരസ്പരം നോക്കുകയാണ് ആ വാക്ക് കേട്ടിട്ട്. എങ്കിലും എന്നെ പിന്നെ ആ മുഖം കാണിച്ചിട്ടില്ല. അവളെക്കാളും വെറുപ്പാ അവളെ ജനിപ്പിച്ച നിങ്ങളോട് എനിക്ക്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എൻ്റെ പ്രഷർ കൂട്ടാനോ? അല്ല, അത് പിന്നെ ദേവയാനിയെ ഒന്ന് കാണണമെന്ന് തോന്നി. കനക പറയാ. ഓ, വലിയ ഓപ്പറേഷനൊക്കെ നടക്കാൻ പോവാ. എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി കാണും.
അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എൻ്റെ മുഖം മനസ്സിൽ പതിപ്പിക്കാനായിട്ട് വന്നതായിരിക്കും. അപ്പം നാനയുടെ അച്ഛൻ പറയാണ്, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയേ എനിക്ക് പറയാൻ പറ്റൂ. എന്നെ ഈ പരുവത്തിൽ ഇവിടെ ഇങ്ങനെ കടത്തിയത് നിങ്ങളുടെ മോളാ. അത് കേട്ട് നാനയുടെ അച്ഛനും അമ്മയും ഞെട്ടുകയാണ്. അവർ രണ്ടുപേരും ഷോക്കടിച്ചതുപോലെയായി. അതിനു മുമ്പേയുള്ള സംഭവമൊന്നും അവരെ അറിയിക്കാത്തതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.